പേടിഎമ്മിന് എന്താണ് സംഭവിച്ചത്? പേടിഎമ്മിനെ ആരാണ് കൊല്ലുന്നത്? 2024 ജനുവരി 31 പേടിഎം പേയ്മെൻറ്റ് ബാങ്കിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാൻ ചെയ്യുന്നു. ഫെബ്രുവരി 29 ശേഷം ഡെപ്പോസിറ്റുകളോ ക്രെഡിറ്റ് ട്രാൻസ്ഫറുകളോ പേയ്മെൻറ്റുകളോ ഒന്നും തന്നെ പേടിഎം ബാങ്ക് വഴി നടപ്പിലാക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളെല്ലാം പേടിഎം ബാങ്കിനല്ലേ, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ ധാരാളം ഉണ്ടാവും. എന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണ കച്ചവടക്കാരനിൽ തുടങ്ങി സാധാരണ UPI യൂസേഴ്സായ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകളെ പോലും, എന്തിന് നമ്മുടെ രാജ്യത്തെ പോലും ബാധിക്കും വിധം ശക്തമാണ് ഈ പ്രതിസന്ധി. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിൽ ഒരു വിപ്ലവമായിരുന്നു പേടിഎം എന്നത് തർക്കമില്ലാത്തതാണ്. എന്നാൽ എങ്ങനെയാണ് ആ ഒരു കമ്പനി ഈ നിലയിലെത്തിയത്? പേടിഎമ്മിന് എന്താണ് സംഭവിച്ചത്? അവർക്കിനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? പേടിഎമ്മിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലും ജീവിതത്തിലും പകർത്തേണ്ട, പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2015 ഓഗസ്റ്റിൽ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിന് RBIയിൽ നിന്നും ലൈസൻസ് ലഭിക്കുകയാണ്. ഈ ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിൽ 2017 ഇവർ ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതൊരു ഡിജിറ്റൽ ബാങ്കായിരുന്നു. നമ്മളെല്ലാം പോയി പണമെല്ലാം ഇടുന്നത് പോലുള്ള ഫിസിക്കലായിട്ട് നമുക്ക് കാണാനും തൊടാനും സാധിക്കുന്ന രീതിയിലുള്ള ബാങ്ക് ആയിരുന്നില്ല, ഡിജിറ്റലായിട്ടുള്ള ഒരു ബാങ്കായിരുന്നു. എന്നാൽ ഈ ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കുമെന്ന സംശയം പലർക്കും ഉണ്ടാവും. ഫിസിക്കൽ ബാങ്ക് പോലെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ബാങ്ക് ആയിരുന്നില്ല, ധാരാളം പരിമിതികളുള്ള ഒരു ഡിജിറ്റൽ ബാങ്ക് ആയിരുന്നു. അതായത് ഇപ്പോൾ 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾക്ക് നിക്ഷേപിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള നിബന്ധനകളെല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഉദാഹരണത്തിന് ഞാൻ ഫോൺ ഉപയോഗിച്ച് പേടിഎം ബാങ്കിലേക്ക് 2 ലക്ഷം രൂപ FD ഇടുകയാണ്. പേടിഎം ബാങ്ക് ഈ പണം എടുക്കുന്നു. ഈ പണം അവരുടെ പാർട്ട്ണർ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. സ്വാഭാവികമായും എന്നെ പോലെ ഒരുപാട് പേർ പേടിഎമ്മിൽ പണം നിക്ഷേപിക്കുന്നുണ്ടാവും. അത്തരത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് പണം പേടിഎമ്മിൻ്റെ കയ്യിലെത്തും. അപ്പോൾ കോടികളിലാണ് പേടിഎം പാർട്ട്ണർ ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപം നടത്തുക. പാർട്ട്ണർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും എല്ലാ ബാങ്കുകളായിരിക്കും. അത്തരം ബാങ്കുകൾ കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്കെല്ലാം നൽകുന്നതിലധികം പലിശ നിരക്കും പേടിഎമ്മിന് കൊടുത്തേക്കാം. അപ്പോൾ പേടിഎം നമുക്ക് അതിൻ്റെ ഒരു ഭാഗം നൽകുന്നു. അങ്ങനെ നോക്കുമ്പോൾ പേടിഎമ്മിന് എന്താണെങ്കിലും ലാഭമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് പേടിഎമ്മിൻ്റെ ക്രെഡിറ്റ് കാർഡുകളും പേടിഎം നൽകുന്ന ലോണുകളും വർക്ക് ചെയ്യുന്നത്. പേടിഎം നേരിട്ട് നമുക്ക് പണം നൽകുകയല്ല, അവർക്ക് ലെൻഡിങ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. ഈ പാർട്ട്ണർ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ടാണ് പേടിഎം ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഫിസിക്കലായിട്ട് ഇന്ത്യയിൽ ധാരാളം ബാങ്കുകളുണ്ട്, ആ ബാങ്കുകളിൽ പോയി നമ്മൾ പണം എടുത്താൽ പോരെ, എന്തിനാണ് പേടിഎം വഴി ആ ബാങ്കുകളിൽ നിന്ന് പണം എടുക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജാതകമടക്കമുള്ള എല്ലാ ഡാറ്റകളും ഈ പേടിഎമ്മിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ചോദിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ലോണിന് അപ്ലൈ ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പമാണ്. പോരാത്തതിന് കോടിക്കണക്കിന് രൂപ ലോൺ എടുക്കുന്ന പാർട്ട്ണറാണല്ലോ. അതുകൊണ്ട് തന്നെ പാർട്ട്ണർ ബാങ്കുകൾ വളരെ കാര്യമായി തന്നെ പേടിഎം എടുക്കുന്ന ലോണിനെ കണക്കാക്കുന്നതാണ്. ഇതേ കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് നാളുകൾ ബാങ്കിൽ കയറി ഇറങ്ങി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. 5 മിനിറ്റിനുള്ളിൽ തന്നെ ലോൺ ലഭ്യമാവുന്നതാണ്. ഇത്തരത്തിൽ പെട്ടെന്ന് ലോൺ ലഭ്യമായാൽ താരതമ്യേന ഉയർന്ന പലിശ കൊടുക്കേണ്ടിയും വരും. ഉയർന്ന പലിശ കൊടുത്താലും പേടിഎം എന്ത് ചെയ്യും? അതിൻ്റെ ലാഭമെടുത്ത് ബാക്കി പണം മാത്രമാണ് പാർട്ട്ണർ ബാങ്കുകൾക്ക് കൊടുക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്ത് മികച്ച ബുദ്ധിയാണല്ലേ, പുതിയൊരു ആശയമായിരുന്നു. വളരെ നല്ല രീതിയിൽ അതിനെ നടപ്പിലാക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ച് ഏതാണ്ട് 1 വർഷം കഴിയുമ്പോൾ തന്നെ 2018 പുതിയ യൂസേഴ്സിന് അക്കൗണ്ട് കൊടുക്കുന്നതിൽ നിന്നും RBI പേടിഎമ്മിനെ ബാൻ ചെയ്യാണ്. ഇനി അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നവർ പറയുകയാണ്. അതിൻ്റെ കാരണം എന്തായിരുന്നു? പൂർണ്ണമായും ഒരാളുടെ അറിവില്ലാതെ അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള അനുവാദം പേടിഎം നൽകുന്നുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെയായിരുന്നു. പേടിഎം മൊബൈൽ ആപ്പിൽ ഡിജിറ്റൽ വാലറ്റുകളുണ്ട്, ഡിജിറ്റൽ പേഴ്സ് എന്നൊക്കെ പറയാം, നമ്മൾ പണം വെക്കുന്ന. അത്തരത്തിൽ ബാങ്കിൽ നിന്നും നമുക്ക് ആ വാലറ്റിൽ പണം വെക്കാം. പിന്നീട് ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ വാലറ്റിൽ നിന്ന് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ വാലറ്റ് തുടങ്ങണമെങ്കിൽ നോ യുവർ കസ്റ്റമർ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കണം. KYC ഡീറ്റെയിൽസ് എന്നൊക്കെ പറയും. ഈ ഡീറ്റെയിൽസ് അടിക്കുന്ന സമയത്ത് OTP വരും, കസ്റ്റമർ അത് ടൈപ്പ് ചെയ്യാം, അതിലൂടെ അക്കൗണ്ട് തുടങ്ങാനും പറ്റും. എന്നാൽ കസ്റ്റമേഴ്സിന് ഇത്തരത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ സഹായിക്കുന്ന ഏജൻറ്റുമാരില്ലേ, അവർക്ക് ഒരു അക്കൗണ്ട് തുടങ്ങിക്കൊടുത്താൽ 50 രൂപയാണ് ഇൻസെൻറ്റീവ് കിട്ടുക. അതുകൊണ്ട് തന്നെ വാലറ്റ് തുടങ്ങുന്നതോടൊപ്പം തന്നെ ഒരു OTP കൂടെ മേടിച്ച് ബാങ്ക് അക്കൗണ്ടും ഇവർക്ക് തുടങ്ങിക്കൊടുക്കും. ഇതൊരു പക്ഷേ ഒരു OTP കൂടെ കൊടുക്കുന്ന കസ്റ്റമർ അറിയണം എന്നുപോലുമില്ല. ഈ കാര്യമാണ് കൃത്യമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടെത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു അക്കൗണ്ട് തുടങ്ങി കൊടുത്താൽ 50 രൂപയാണല്ലോ കിട്ടുക. എന്നാൽ അക്കൗണ്ട് തുടങ്ങാൻ കമ്പനി നിയോഗിച്ച ഏജൻറ്റുമാർ എന്ത് ചെയ്തു? കൂടുതൽ അക്കൗണ്ടുകൾ തുടങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയധികം കമ്മീഷൻ കിട്ടും. അതുകൊണ്ട് അവരുടെ താഴെ മറ്റാളുകളെ ഹയർ ചെയ്തു. അവരെ കൊണ്ടും ആളുകളെ സ്വാധീനിച്ച് അക്കൗണ്ട് തുടങ്ങാൻ പ്രേരിപ്പിച്ചു. നമ്മൾ തിരിച്ചറിയണം, പല സമയത്തും
കസ്റ്റമർ പോലും ഇത് അറിയുന്നില്ല. അവർ ഡിജിറ്റൽ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും KYC കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. അവർ പോലും അറിയാതെ അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുകയാണ്. പിന്നീട് 2019 ഈ ബാൻ നീക്കം ചെയ്യുന്നത്. 2021 ആയപ്പോൾ പേടിഎം ബാങ്കിനെ ഷെഡ്യൂൾഡ് ബാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടുത്തുന്നു. എന്നാൽ 2022 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും പേടിഎമ്മിനെ പുതിയ യൂസേഴ്സിനെ ചേർക്കുന്നതിൽ നിന്നും വിലക്കുകയാണ്. അതിൻ്റെ കാരണം എന്തായിരുന്നു? IT ഓഡിറ്റിൻ്റെ ഭാഗമായി പേടിഎം സൂക്ഷിച്ചിരിക്കുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങളിൽ ധാരാളം വൾണറബിലിറ്റീസ് ഉണ്ട് എന്നും ഹാക്കേഴ്സിനും മറ്റ് രാജ്യങ്ങൾക്കും പോലും ഇതെടുത്തു കൊണ്ടുപോകാൻ സാധിക്കുമെന്നും തിരിച്ചറിയപ്പെടുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ്? രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ. ഇത് മറ്റാരെങ്കിലും ചോർത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ രാജ്യത്തിന് വളരെയധികം അപകടം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത്രയും വലിയൊരു കമ്പനി, അതും ബാങ്കിങ് മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഡിജിറ്റൽ ബാങ്ക് എന്നൊക്കെ പറയാം, പക്ഷേ ബാങ്ക് പോലെ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്. ബാങ്കിനെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ RBIക്ക് ഈ പേടിഎം ബാങ്കിനെയും നിരീക്ഷിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ബാങ്ക് പോലെയൊന്നും ആയിരുന്നില്ല. ഒരുപാട് സുരക്ഷാ പഴുതുകളുള്ള രീതിയിലായിരുന്നു ഉപഭോക്താക്കളുടെ ഡാറ്റ പേടിഎം സേവ് ചെയ്തു വെച്ചത്. ഇതൊന്നും കൂടാതെ KYC വിവരങ്ങളൊന്നും പ്രോപ്പറായിരുന്നില്ല. 50 രൂപ കിട്ടുമെന്ന കാരണം കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആളുകളെ ചേർത്താനാണ് ഏജന്റുമാർ ശ്രമം നടത്തിയത്. അതിൻ്റെ പുറമെ നിയമങ്ങൾ പാലിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന ആഗ്രഹം പോലും പേടിഎമ്മിനില്ലായിരുന്നു. KYC വിവരങ്ങൾ പ്രോപ്പർ അല്ലെങ്കിൽ ആരാണ് ഈ അക്കൗണ്ട് ഉപയോഗിച്ച് പണത്തിൻ്റെ ക്രയവിക്രയം നടത്തുന്നത് എന്നോ ഗവൺമെൻറ്റിനോ പേടിഎമ്മിനോ പോലും തിരിച്ചറിയാൻ പറ്റില്ല. എന്താണെങ്കിലും IT ഓഡിറ്റിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വരുന്നത്. ഒരൊറ്റ പാൻ കാർഡിലേക്ക് 1000-ലധികം അക്കൗണ്ടുകൾ മാപ്പ് ചെയ്യപ്പെട്ടിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കാൻ വ്യാപകമായി ആളുകൾ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിനെ ഉപയോഗിച്ചു എന്ന വസ്തുതകൾ ഗവൺമെൻറ്റിന് മുന്നിലേക്ക് എത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ എന്ന രാജ്യത്ത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരുടെ പേരിലെല്ലാം ഒരു ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ എന്ത് എളുപ്പമായിരിക്കും. ഈ അക്കൗണ്ടുകൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരാൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിലോ, അതിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിലോ, ഈ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി എന്ന വിവരം പോലും ഒരുപക്ഷെ ആ സാധാരണക്കാരന് അറിയാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് കള്ളപ്പണം എളുപ്പത്തിൽ വെളുപ്പിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. പണം ഇപ്പോൾ ആരുടെ അക്കൗണ്ടിലാണെങ്കിലും അത് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ. ബാങ്കുമായി ബന്ധപ്പെട്ട പണത്തിൻ്റെ വിനിമയം നടക്കുന്ന സമയത്ത് ധാരാളം നികുതികൾ ഉണ്ടാവാറുണ്ട്. ഒരാൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണ്, അപ്പോൾ അയാൾക്ക് പലിശ കിട്ടുന്നു. ആ പലിശ അയാളുടെ വരുമാനത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും. അതിന് പിന്നീട് നികുതി കൊടുക്കേണ്ടത് വരുമാന സ്ലാബിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ പേടിഎം പലപ്പോഴും നികുതി വിവരങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായിട്ട് നൽകിയിട്ടില്ല എന്നതും വസ്തുതയായി നിലനിൽക്കുന്നു. ഇതൊരു പിഴവാണ് എന്ന് മാത്രം നമുക്ക് കരുതാൻ വേണ്ടി പറ്റില്ല. കള്ളപ്പണം വെളുപ്പിക്കാൻ, കള്ളപ്പണക്കാരുടെ പണം നിക്ഷേപിച്ചു വെക്കാൻ, നാടിന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ നികുതി ഇല്ലാതാക്കാൻ എല്ലാം പേടിഎമ്മിനെ കൊണ്ട് നല്ല വൃത്തിയായിട്ട് സാധിക്കുകയാണ്. EDയുടെ ഒരു റെയ്ഡ് പല പേടിഎം ഓഫീസുകളിലും നടക്കുകയാണ്. ചൈനീസ് ലോൺ ആപ്പുകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന രീതിയിലായിരുന്നു ആ റെയ്ഡ് നടന്നത്. എന്നാൽ വലിയ തെളിവുകളൊന്നും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോലും സാധിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളുള്ള പേടിഎമ്മിന് ചൈനീസ് ലോൺ ആപ്പുകളുമായിട്ട് ബന്ധമുണ്ടെങ്കിലോ നാടിൻ്റെ അവസ്ഥ ഏത് രീതിയിൽ പോവും? മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പേടിഎം പല കാര്യങ്ങളും പലപ്പോഴും മറച്ചു വെച്ചിട്ടുണ്ട്, പല കള്ളത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. അതായത് RBIക്ക് സബ്മിറ്റ് ചെയ്ത രേഖകളിൽ പോലും അവർ കള്ളം കാണിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ പലപ്പോഴായി അവർക്ക് മേൽ ചുമത്തിയിട്ടുമുണ്ട്. ഒരു തവണ 1 കോടിയായിരുന്നു, മറ്റൊരു തവണ 5.4 കോടി രൂപയായിരുന്നു അവർക്കെതിരെ പിഴയായിട്ട് RBI ചുമത്തിയത്. RBI മാത്രമായിരുന്നില്ല, നമ്മൾ ടോൾ പ്ലാസകളിൽ ടോൾ കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഫാസ്ടാഗുകളില്ലേ, അത് കൊടുക്കുന്നതിൽ നിന്നും NHAI പോലും പേടിഎമ്മിനെ വിലക്കിയിരുന്നു. കാരണം എന്തായിരുന്നു? പല എഗ്രിമെൻറ്റുകളും അവർ ലംഘിച്ചു. ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പോലും ചർച്ച നടത്താൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ചൈനയുമായി വലിയ ബന്ധമുള്ള കമ്പനികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചത് ചൈനീസ് ലോൺ ആപ്പുകളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം, കസ്റ്റമേഴ്സിൻ്റെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ സുരക്ഷയൊന്നും കൂടാതെ സൂക്ഷിച്ചു വെച്ചത്, അത് ലീക്കാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചത്, KYC വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാതെ കള്ളപ്പണം ഒളിപ്പിക്കാനും നികുതി വെട്ടിക്കാനും വെളുപ്പിക്കാനും സഹായിച്ചത്, തെറ്റായ നികുതി വിവരങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിച്ചത്, RBIയിൽ കള്ളം പറഞ്ഞത് തുടങ്ങിയവയെല്ലാം കണക്കാക്കിയാൽ ഇന്ത്യ എന്ന രാജ്യത്തിന് വലിയ നഷ്ടമാണ് പേടിഎം ഇതിനോടകം ഉണ്ടാക്കി വെച്ചത്. എന്താണെങ്കിലും കാര്യങ്ങൾ പിന്നെയും മുന്നോട്ട് പോയില്ല. 2024 ജനുവരി 31 RBI പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ലൈസൻസ് റദ്ദാക്കുകയാണ്.
എന്നാൽ പേ ടി എം പേയ്മെൻറ്റ് ബാങ്കിന് മാത്രമല്ലേ കുഴപ്പമുള്ളത്, യു പി ഐക്കൊന്നും കുഴപ്പമില്ലല്ലോ, നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കില്ലേ എന്ന് ചിന്തിക്കുന്നവർ ധാരാളം ഉണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നതാണ്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു കടക്കാരനുണ്ട്, ഒരു മെർച്ചൻ്റ് ഉണ്ട്, നമ്മൾ പേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പേ ടി എം വഴി അദ്ദേഹത്തിന് പേയ്മെൻറ്റ് നടത്തുകയാണ്. അപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ആദ്യം പോകുന്നത് ഒരു നോഡൽ അക്കൗണ്ടിലേക്കാണ്. ആ നോഡൽ അക്കൗണ്ടിൽ നിന്നുമാണ് മെർച്ചൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നത്. നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നോഡൽ അക്കൗണ്ട് ഏതാണ് എന്ന് നമ്മുടെ UPI ID നോക്കിയാൽ മനസ്സിലാവും. @ ആക്സിസ് എന്നാണെങ്കിൽ ആക്സിസ് ബാങ്ക് ആയിരിക്കും. ഇതുപോലെ പേ ടി എമ്മിൽ ഉപയോഗിക്കുന്നത് @Paytm എന്നാണ്. അതായത് നോഡൽ അക്കൗണ്ടായി പേ ടി എം വെച്ചിരിക്കുന്നത് പേ ടി എം പേയ്മെൻറ്റ് ബാങ്കിനെയാണ്. അപ്പോൾ പേ ടി എമ്മിലൂടെ നടത്തുന്ന UPI ട്രാൻസാക്ഷൻസിനെ അത് ബാധിക്കുമല്ലോ. അപ്പോൾ പുതിയൊരു നോഡൽ ബാങ്ക് പാർട്ട്ണറെ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ പോരെ? അത് അത്രത്തോളം എളുപ്പമല്ല. അത് കുറച്ച് സമയമെടുക്കുന്ന പ്രൊസീജിയറാണ്. 2 മുതൽ 3 മാസം വരെ അതിന് സമയമെടുത്തേക്കാം. രാജ്യത്ത് ഇപ്പോൾ പേ ടി എമ്മിൻ്റെ UPI സർവീസ് ഉപയോഗിച്ചുകൊണ്ട് പണം മേടിക്കുന്ന മെർച്ചൻസ് കച്ചവടക്കാർ എത്ര ഉണ്ടെന്നറിയോ? ഏതാണ്ട് 3.5 കോടിയോളമാണ്. ഇത്രത്തോളം ആളുകളിലേക്ക് പേ ടി എം എത്തിയത് വളരെ വലിയ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി തന്നെയാണ്. പക്ഷേ പേ ടി എമ്മിൻ്റെ സൗണ്ട് ബോക്സ് ഇല്ലേ, അതിന് മുകളിലൊരു QR കോഡ് കാണാം അല്ലേ? ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണല്ലോ പണം അയക്കുന്നത്. അപ്പോൾ @Paytm എന്നത് മാറ്റി വേറൊരു ബാങ്കിനെ അവിടെ കൊണ്ടുവന്നാൽ ഈ കടക്കാരെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ QR കോഡ് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് അത്രത്തോളം എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, RBI ഒക്കെ ബാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ വിശ്വാസം തകരാൻ കാരണമാവും. പിന്നെ ഫെബ്രുവരി 29 കഴിഞ്ഞാൽ ഈ ഒരു UPI സർവീസ് പൂർണ്ണമായിട്ട് സ്തംഭിക്കും. അപ്പോൾ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് വെറുതെ നോക്കി നിൽക്കുമോ? ഒരിക്കലുമില്ല. അവരവരുടെ സൗണ്ട് ബോക്സുമായി മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പേ ടി എമ്മിനെ റീപ്ലേസ് ചെയ്ത് HDFC ബാങ്കിൻ്റെ അടക്കം സൗണ്ട് ബോക്സുകൾ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. നിലവിൽ പക്ഷേ പേ ടി എം പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന് അവരുടെ പണം പിൻവലിക്കാനും ഒന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ വലിയ രീതിയിൽ പെട്ടുപോയിരിക്കുന്നത് പേ ടി എമ്മിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. ആ കമ്പനി ഇപ്പോൾ ലോവർ സർക്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും വിറ്റ് ഒഴിവാക്കാൻ പോലും പറ്റുന്നില്ല, കാരണം വാങ്ങാൻ ആളുകളില്ല. എങ്ങനെ നോക്കിയാലും ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ തെറ്റ് പേ ടി എമ്മിൻ്റെ ഭാഗത്ത് തന്നെയാണ്. പേ ടി എമ്മിന് നിരവധി തവണ RBI വാണിംഗ് കൊടുത്തതാണ്, നിരവധി തവണ ബാൻ ചെയ്തതാണ്, പിഴ ഈടാക്കിയതാണ്. എന്തിന് NHAI പോലും പേ ടി എമ്മിനെ ബാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും അവസരങ്ങൾ കിട്ടിയിട്ടും നന്നാവാൻ അവർ തയ്യാറായില്ല. അവർ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത് രാജ്യത്തിന് വലിയ രീതിയിൽ നഷ്ടമായിട്ട് മാറി. ഇത്രയേറെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് RBI കൃത്യമായി ഇടപെട്ട് പേ ടി എമ്മിനെ ഒതുക്കിയ അവസ്ഥയിലാണ് കാര്യങ്ങൾ. വിജയ് ശേഖർ ശർമ്മ പലർക്കും പ്രചോദനമാണല്ലേ. ഇന്ത്യയിലൊരു ബിസിനസ് കൊണ്ടുവരുന്നു, വലിയ രീതിയിൽ അതിനെ വിജയിപ്പിക്കുന്നു, അതിൽ നിന്നും വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വാണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൽ നിന്ന്, കൃത്യമായിട്ടുള്ള അതോറിറ്റികളിൽ നിന്ന് വാണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാവണം. എങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സിനെ കൂട്ടി വാല്യുവേഷൻ ഉയർത്തി ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പണം അടിച്ചു മാറ്റാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. കസ്റ്റമേഴ്സിന് കൃത്യമായിട്ടുള്ള വാല്യൂ കൊടുക്കുക, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുക. രാജ്യസുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയും രാജ്യത്തിൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തം പുലർത്താൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ബിസിനസ്സിൽ തയ്യാറാവണം. പേ ടി എം നമുക്ക് എല്ലാവർക്കും ഒരു പാടാണ്. പേ ടി എമ്മിന് തിരിച്ചു വരുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ശക്തമായി ഞങ്ങൾ ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന് കമ്പനിയും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. എന്താണെങ്കിലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.